സക്സസ് മന്ത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം കമ്പനി ബോർഡ് എൽജിഎസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി 2026 നടന്ന ഒരു ലേറ്റസ്റ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 2025 നടന്ന 10th പ്രിലിംസിൻ്റെ സ്റ്റേജ് 3യുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് നോക്കാം. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണെന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഡോക്ടർ DS കോത്താരിയായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നതെന്ന്. ലോകമെമ്പാടും മനുഷ്യാവകാശമായി ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ എ ഡിസംബർ 10. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ആരുടെ അഭിപ്രായമാണിത്? അപ്പോൾ ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്നുള്ളത് ഓപ്ഷൻ ബി മെറ്റേണിക്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. 4ാമത്തെ ക്വസ്റ്റ്യൻ, കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആര്? അപ്പോൾ കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആരാണ്? കൂറുളി ചേകോനാണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ, രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി നിലവിൽ വന്ന ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ സി കൊല്ലം ജില്ലയിലാണ്. 6ാമത്തെ ക്വസ്റ്റ്യൻ, ഗ്രീനിച്ച് സമയം 2 PM ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്ര? ഗ്രീനിച്ച് സമയം 2 PM ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഗ്രീനിച്ച് സമയം 2 PM ആകുമ്പോൾ ഇന്ത്യയുടെ സമയം എത്രയായിരിക്കും? 7:30 PM ആയിരിക്കും. നമുക്കറിയാം ഗ്രീനിച്ച് സമയം എന്ന് പറയുന്നത് എത്ര മണിക്കൂർ? 5.5 മണിക്കൂർ മുമ്പിലാണല്ലേ. അപ്പോൾ 7:30 PM ആയിരിക്കും ആൻസറായിട്ട് വരിക. 7ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? അപ്പം താഴെ 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ ധനനയവുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ഓരോ പ്രസ്താവനയായിട്ട് വായിച്ചു നോക്കാം. 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയാണ്. 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, പൊതുകടം, പൊതുചെലവ്, പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയമാണ്. 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക എന്ന്. അപ്പോൾ ഈ പറയുന്നതിൻ്റെ അകത്ത് ഈ തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെൻറ്റും എന്താ? ശരിയാണ്. അപ്പോൾ നമ്മുടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ധനനയത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് മുകളിൽ കൊടുത്തിരിക്കുന്ന 3 പ്രസ്താവനകളും. 8ാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ആക്കിയത്? അപ്പോൾ അമെൻമെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 മാറ്റിയത് ഏത് ഭരണഘടനാ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ടാണ്? ഓപ്ഷൻ ഡി 61ാം ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ടാണ് വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 വയസ്സാക്കി മാറ്റിയത്. അടുത്ത ക്വസ്റ്റ്യൻ, വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? വിഴിഞ്ഞം തുറമുഖം നെയ്യാറ്റിൻകര താലൂക്കിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം. അപ്പോൾ മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപം കൊള്ളുന്ന മണ്ണ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? നമുക്കറിയാം ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനിയാണ് ജംഷഡ്പൂരിലുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗം ഏതാ? അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും അതുപോലെ തന്നെ പഴക്കം ചെന്നതും അതുപോലെ ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായിട്ടുള്ള ഭൂവിഭാഗം എന്ന് പറയുന്നത് ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏത്? അപ്പോൾ കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏതാണ്? ഓപ്ഷൻ എ ദേശീയ ജലപാത 3 കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ കനാൽ എന്നറിയപ്പെടുന്നത്. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഏത് ഭൂവിഭാഗമാണ്? അപ്പോൾ ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? ഉത്തര മഹാസമതലാണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിൻ്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി ഏത് പേരിൽ അറിയപ്പെടുന്നു? അപ്പോൾ നമുക്ക് 16, 17, 18 ക്വസ്റ്റ്യൻസ് എല്ലാം ഡിലീറ്റഡ് ആണ്.
16, 17, 18 ക്വസ്റ്റ്യൻസ് ഡിലീറ്റഡ് ആണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ, തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന. താരതമ്യേന വീതി കുറവ് ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനുമിടയിൽ സ്ഥിതി ചെയ്യുന്നു. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു. വീതി താരതമ്യേന കൂടുതലാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൻ്റെ അകത്ത് ഏതൊക്കെയാണ് പടിഞ്ഞാറൻ തീരസമതലവുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകളെന്നാണ് യോജിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്നതിൻ്റെ അകത്ത് ഏതൊക്കെയാണ് ശരിയെന്ന് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഒന്നുകൂടി വായിച്ചു നോക്കാം. താരതമ്യേന വീതി കുറവ്, പടിഞ്ഞാറൻ തീരസമതലത്തിൽ എങ്ങനെയാണ്? താരതമ്യേന വീതി കുറവാണ്. ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണോ? അല്ല. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു. അതെന്താണ്? ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ദെൻ താരതമ്യേന വീതി കൂടുതൽ എന്നുള്ളത് തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ പടിഞ്ഞാറൻ തീരസമതലവുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള ഏതാ? 1ഉം 3ഉം പ്രസ്താവനകളാണ്. 1ഉം 3ഉം ശരി എന്നുള്ളത് ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ സി ആണ്. അപ്പോൾ 20ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസും കറക്റ്റ് അല്ലായിരുന്നതുകൊണ്ട് ആ ക്വസ്റ്റ്യനും ഡിലീറ്റഡ് ആണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ പറയുന്നവയിൽ സാമൂഹിക പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തതേത്? അപ്പോൾ അയ്യങ്കാളിയായിട്ട് ബന്ധമില്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് വായിച്ചു നോക്കാം. കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി. അപ്പോൾ അയ്യങ്കാളിയായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റാണ് കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി എന്നുള്ളത്. തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി. കണ്ണാടി പ്രതിഷ്ഠ തെക്കേ ഇന്ത്യയിൽ നടത്തിയത് ആരാ? അയ്യങ്കാളിയാണോ? അല്ല. അപ്പോൾ അത് അയ്യങ്കാളിയായിട്ട് ബന്ധമില്ലാത്തൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു. അത് കറക്റ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ അയ്യങ്കാളിയുമായിട്ട് ബന്ധമില്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് ഏതാ? 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ ആണ് അതിൻ്റെ ആൻസറായിട്ട് വരിക. 22ാമത്തെ ക്വസ്റ്റ്യൻ, തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായതെന്ന്. തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായതെന്ന്. തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായതെന്നാണ്? ഓപ്ഷൻ ബി. 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംസ്ഥാനം എന്ത് ചെയ്തത്? രൂപീകൃതമായത്. 23ാമത്തെ ക്വസ്റ്റ്യൻ, 1917 ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം. അപ്പോൾ 1917 ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം ഏതായിരുന്നു? ഓപ്ഷൻ സി, ചമ്പാരനായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ബനാറസ് സംസ്കൃത കോളേജിൻ്റെ സ്ഥാപകൻ ആരാണ്? ബനാറസ് സംസ്കൃത കോളേജിൻ്റെ സ്ഥാപകൻ ആരാണ് ബനാറസ് സംസ്കൃത കോളേജിൻ്റെ സ്ഥാപകൻ? ഓപ്ഷൻ എ, ജൊനാഥൻ ഡങ്കൻ. ഓപ്ഷൻ എ, ജൊനാഥൻ ഡങ്കനാണ് ബനാറസ് സംസ്കൃത കോളേജിൻ്റെ സ്ഥാപകൻ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തതേത്? അപ്പോൾ ഗാന്ധിർവിൻ സന്ധി അല്ലെങ്കിൽ ഗാന്ധിർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം 2 സ്റ്റേറ്റ്മെൻറ്റ്സ് അവിടെ നമുക്ക് തന്നിരിക്കുന്നത്. എന്തൊക്കെയാണ്? നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും, പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിക്കും, രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും. ഇതിൻ്റെ അകത്ത് ബന്ധമില്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഗാന്ധിർവിൻ ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെട്ടതാണോ നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും എന്നുള്ളത്? അതെ. അപ്പോൾ 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഗാന്ധിർവിൻ ഉടമ്പടിയായിട്ട് ബന്ധമുള്ളതാണ്. 2, പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിക്കും. പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിക്കും എന്നുള്ളത് ഗാന്ധിർവിൻ ഉടമ്പടിയായിട്ട് ബന്ധമുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണോ? അല്ല. 3ാമത്തെ എന്താ? രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും. അതും ഗാന്ധിർവിൻ സന്ധിയായിട്ട് ബന്ധമുള്ള. അപ്പോൾ ഗാന്ധിർവിൻ ഉടമ്പടിയുമായിട്ട് ബന്ധമില്ലാത്ത ഏതാ? പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിക്കും എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് 2 ആണ്. നമ്മുടെ ആൻസറായിട്ട് വരെ ഏതാ? ഓപ്ഷൻ സി ആണ്. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്. ആത്മവിദ്യാസംഘത്തിൻ്റെ സ്ഥാപകൻ ആരായിരുന്നു? നമുക്കറിയാം. 26ൻ്റെ ആൻസർ എന്താ? ഓപ്ഷൻ ഡി, വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാസംഘത്തിൻ്റെ സ്ഥാപകൻ. 27ാമത്തെ ക്വസ്റ്റ്യൻ, 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാര്? ആർക്കായിരുന്നു 2024 എഴുത്തച്ഛൻ പുരസ്കാരം? ഓപ്ഷൻ എ, NS മാധവനായിരുന്നു. സാമൂഹിക പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം. ഒരു സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയാണ് യോഗ്യശ്രീ എന്ന് പറയുന്നത്. അത് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ സി, പശ്ചിമ ബംഗാളാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്ന ആരാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരി? ഓപ്ഷൻ ബി, മാർത്താണ്ഡവർമ്മയാണ്.
2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്ക്? 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? നമുക്കറിയാം ഹാൻകാങ്ങിനാണ്. 31. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തതേത്? മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തതേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ഏതാ? ചൂഷണത്തിനെതിരെയുള്ള അവകാശം. ചൂഷണത്തിനെതിരെയുള്ള അവകാശം എന്താ? മൗലികാവകാശമാണ്. ഓപ്ഷൻ ബി സ്വകാര്യ സ്വത്തിനുള്ള അവകാശം. സ്വത്തവകാശം ഇപ്പോൾ മൗലികാവകാശമാണോ? അല്ല. അപ്പം അത് മൗലികാവകാശമല്ല. മതസ്വാതന്ത്ര്യത്തിനുള്ളത് മൗലികാവകാശമാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മൗലികാവകാശമാണ്. നമ്മുടെ ആൻസർ ഏതാ വരിക? ഓപ്ഷൻ ബി സ്വകാര്യ സ്വത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് മൗലികാവകാശമല്ല. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? നമുക്കറിയാം നമ്മുടെ ഭരണഘടന എഴുതാൻ വേണ്ടി മറ്റ് രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്ന് ഒരുപാട് ആശയങ്ങൾ നമ്മൾ കടമെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ മൗലിക കടമകൾ എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് രാജ്യത്തിൻ്റെയാണ്? സോവിയറ്റ് യൂണിയൻ്റെ ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ മൗലിക കടമകൾ എന്ന് പറയുന്ന ആശയം കടമെടുത്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? അപ്പോൾ നമുക്ക് താഴെ ദേശീയ ഗാനവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് വായിച്ചു നോക്കാം. ദേശീയ ഗാനം ജനഗണമനയുടെ ദൈർഘ്യം ഏകദേശം 51 സെക്കൻഡാണ്. അതൊരു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണോ? അല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1911 കൽക്കത്ത സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായി ആലപിച്ചത് മാലിനി ചൗധരിയാണ്. ആണോ? അല്ല. നൊബേൽ സമ്മാന ജേതാവായ ബംഗാളി കവി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കവിതയിലെ വരികളാണ് ദേശീയ ഗാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആണോ? അതും അല്ല. അപ്പോൾ ഈ തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെൻറ്റുകൾ എന്താ? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ ഡി. ഇവയെല്ലാം തന്നെ തെറ്റാണ്. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആര്? ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്ന ആരാ? നമുക്കറിയാം രാഷ്ട്രപതിയാണ്. താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ വായിച്ചു നോക്കാം. 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. അത് ഒരു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ കാലാവധി 3 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നതുവരെയോ ഏതാണ് നേരത്തെ ഉള്ളത് അതായിരിക്കും. അത് ഒരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അതൊരു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഏതൊക്കെയാണ്? 1ഉം 3ഉം ആണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസറായിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകളും അവയുടെ വിവരണവും നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ. തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ ഏത് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള? നമുക്കറിയാം തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ വകുപ്പ് 17 ബന്ധപ്പെട്ടിട്ടുള്ള. അടുത്തത് ജീവൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം. ജീവൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം എന്ന് പറയുന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള? വകുപ്പ് 21 ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഏതാണ്? ആർട്ടിക്കിൾ 21A ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നറിയപ്പെടുന്ന ഏതാ? വകുപ്പ് 32. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പം ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? അപ്പോൾ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലിയായിരുന്നു.
പൊതുസ്വഭാവമുള്ള കാര്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസൃതം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? ഏതാ സുപ്രീം കോടതി ആ സാഹചര്യത്തിൽ പുറപ്പെടുവിക്കുന്ന റിട്ട്? മാൻഡമസ് ആണ് അല്ലേ? ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാര്? നമുക്കറിയാം ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാരാ? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടിക അനുസരിച്ച് നിലവിൽ എത്ര ഭാഷകളുണ്ട്? നിലവിൽ 22 ഭാഷകളുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം എന്ന് പറയുന്നത് ഏതാ? കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം എന്ന് പറയുന്നത് ഓപ്ഷൻ എ കരിമീനാണ്. കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ. എത്രയാണ്? നമുക്കറിയാം കേരളത്തിൽ നിന്ന് 9 രാജ്യസഭാ സീറ്റുകളാണുള്ളത്. 43ാമത്തെ ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ആര്? അപ്പോൾ കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഈ എക്സാം 2025 നടന്നതായതുകൊണ്ട് ആ സമയത്തെ വൈദ്യുത വകുപ്പ് മന്ത്രിയായിട്ടുള്ള കെ കൃഷ്ണൻകുട്ടിയാണ് ആൻസറായിട്ട് വരിക. അപ്പോൾ അത് ആ ഒരു സമയത്തെ എക്സാം നടന്ന സമയത്തെയാണ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കണം. ഇപ്പോഴത്തെ വൈദ്യുതി മന്ത്രി ആരാണ്? സണ്ണി ജോസഫാണ് കേട്ടോ. 44ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്ര? കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ എത്രയാണ്? നമുക്കറിയാം ടോട്ടൽ നമുക്ക് എത്ര നദികളുണ്ട്? 44 നദികളുണ്ട്. ആ 44 നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്ന എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം കിഴക്കോട്ടാണ്. ഏതൊക്കെയാ? കബനി, ഭവനി, പാമ്പാർ അല്ലേ? കബനി, ഭവാനി, പാമ്പാർ. ഇത് 3 എങ്ങോട്ട് ഒഴുകുന്ന? കിഴക്കോട്ട് ഒഴുകുന്ന. ബാക്കി 41 നദികളാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്നത്. 45ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി. അപ്പോൾ ആ ക്വസ്റ്റ്യനും ഡിലീറ്റഡ് ആണ്. ക്വസ്റ്റ്യൻ്റെ അകത്ത് ജലസേചന പദ്ധതി എന്നുള്ളതിന് ജലസേവന പദ്ധതി എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ആക്ച്വലി ഉദ്ദേശിച്ചിരിക്കുന്ന ജലസേചന പദ്ധതിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാ? കല്ലടയാണ്. പക്ഷേ ക്വസ്റ്റ്യൻ്റെ അകത്ത് മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ട് അത് ഡിലീറ്റഡ് ആയിരുന്നു. 46, സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാടാണ്. കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി. ഇതും 2025 സമയത്ത് അബ്ദുറഹിമാൻ ആയിരുന്നു. ഇപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ട് പഠിക്കേണ്ടത് ആരായി? നിലവിലെ കായിക വകുപ്പ് മന്ത്രി OJ ജനീഷാണ്. 48, ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ്. അയ്യങ്കാളി ജനിച്ച വർഷം ഏതാണ്? 1863 ഓഗസ്റ്റ് 28 ആര് ജനിച്ചത്? അയ്യങ്കാളി ജനിച്ചത്. 50ാമത്തെ ക്വസ്റ്റ്യൻ, EV രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമുക്കറിയാം ഓപ്ഷൻ എ വൈക്കമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ വേറിട്ട് നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? VT ഭട്ടതിരിപ്പാട്, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, മഹാദേവ് ഗോവിന്ദ റാനഡെ, വൈകുണ്ഠസ്വാമി. ഇവരിൽ വേറിട്ട് നിൽക്കുന്ന ആരാ? മഹാദേവ ഗോവിന്ദ റാനഡെ അല്ലെങ്കിൽ നമ്മുടെ MG റാനഡെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആരായിരുന്നു? KM പണിക്കർ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തനായ നേതാവിനെ തിരിച്ചറിയാൻ. നമുക്ക് കുറച്ച് ഹിന്റുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഹിന്റുകൾ വായിച്ചു നോക്കിയിട്ട് നേതാവിനെ തിരിച്ചറിയാനാണ് പറഞ്ഞേക്കുന്നത്. 1904 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിൽ ജനനം. 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. എൻ്റെ ജീവിതകഥ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. അപ്പോൾ ആ ഓപ്ഷൻ 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആളെ കിട്ടും അല്ലേ? എൻ്റെ ജീവിതകഥ എന്ന് പറയുന്നത് ആരുടെ ആത്മകഥയാണ്? നമുക്കറിയാം AK ഗോപാലൻ്റെയാണ്. 54, ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയതാര്? ഗാന്ധിയും അരാജകത്വവും എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയതാരാ? നമുക്കറിയാം ചേറ്റൂർ ശങ്കരൻ നായരാണ്. 55ാമത്തെ ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ ഡിലീറ്റഡ് ആണ്. 56, കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം ഏതാണ്? വടകരയാണ്.
ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ്. ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാ? അയ്യത്താൻ ഗോപാലനാണ്. ബാരിസ്റ്റർ G.P. പിള്ള താഴെ പറയുന്നവയിൽ ഏത് സംഭവവുമായി ബന്ധപ്പെട്ട നേതാവാണ്? ബാരിസ്റ്റർ G.P. പിള്ള താഴെ പറയുന്നതിൽ ഏത് സംഭവമായിട്ട് ബന്ധപ്പെട്ട ആളാ? നമുക്കറിയാം, മലയാളി മെമ്മോറിയലുമായിട്ട് ബന്ധപ്പെട്ട ആളാണ് ബാരിസ്റ്റർ G.P. പിള്ള. കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തിൻ്റെ നേതാക്കളിൽ പെടാത്തതാര്? കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തിൻ്റെ നേതാക്കളിൽ പെടാത്തതാരാ? നമുക്കറിയാം, പനമ്പള്ളി ഗോവിന്ദമേനോൻ ഉണ്ടായിരുന്നു, ഇക്കണ്ടവാര്യർ ഉണ്ടായിരുന്നു, എസ് നീലകണ്ഠയ്യർ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഇല്ലാത്ത ആരാ? ഷൺമുഖം ചെട്ടി. കേരള സംസ്ഥാന രൂപീകരണത്തിനായി തിരുവിതാംകൂറിലെ 4 താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിരുന്നു. അതിൽ ഒരെണ്ണം താഴെ പറയുന്നവയിൽ ഏതാ? അപ്പോൾ കേരള സംസ്ഥാന രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട് തിരുവിതാംകൂറിലെ 4 താലൂക്കുകൾ ആർക്ക് വിട്ടുകൊടുത്തു? മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ആ വിട്ടുകൊടുത്തതിൽ ഒരെണ്ണം താഴെ പറയുന്ന ഓപ്ഷൻസിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കുന്നത്തൂർ, അഗസ്തീശ്വരം, മാവേലിക്കര, ചിറയൻകീഴ്. ഏതായിരിക്കും ആൻസർ? നമുക്കറിയാം, അഗസ്തീശ്വരാണ് വിട്ടുകൊടുത്ത താലൂക്ക്. വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസുഖം. വൈറ്റമിൻസും ഡെഫിഷ്യൻസി ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. വിറ്റാമിൻ എയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗം ഏതാ? നിശാന്തതയാണ്. അടുത്തത്, താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തതേത്? ലൈഫ് സ്റ്റൈൽ ഡിസീസ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, പ്രമേഹം ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. ഫാറ്റി ലിവർ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. ഹീമോഫീലിയ ആണോ? അല്ല. ഹീമോഫീലിയ എന്താ? ഒരു പാരമ്പര്യ അസുഖമാണ്. പക്ഷാഘാതം എന്താ? ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? ആരാ സൈലന്റ് സ്പ്രിങ്ങിൻ്റെ രചയിതാവ്? റേച്ചൽ കേഴ്സൺ ആണ്. താഴെ പറയുന്നവയിൽ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം ഏത്? താഴെ പറയുന്നവയിൽ ഒരു വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ എ എന്താ? പെരിയാർ അല്ലേ? നമ്മൾ പെരിയാർ പറയുന്നത് തന്നെ എങ്ങനെയാണ്? പെരിയാർ വന്യജീവി സങ്കേതം എന്നാണ്. 65 മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം? ഡെൻറ്റൈൻ, ഇനാമൽ, തലയോട്, സ്റ്റേപ്പിസ്. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ളത് ഏതാ? നമുക്കറിയാം, ഇനാമലാണ്. ഏതിനം ശ്വേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ HIV വൈറസ് പെരുകുന്നത്? അപ്പോൾ HIV വൈറസ് പെരുകുന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ട? ലിംഫോസൈറ്റുകളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിൻ്റെ HIV വൈറസ് പെരുകുന്നത്. മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്ന എവിടെയാണ്? യൂറിയയുടെ നിർമ്മാണം നടക്കുന്ന എവിടെയാണ്? കരളിലാണ് അല്ലേ? കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിൻ്റെ ഇനം? കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിൻ്റെ ഇനം ഏതാണ്? നമുക്കറിയാം, പ്രിയങ്കയാണ്. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം, ഇയർ ഓഫ് മില്ലറ്റ്സ്, ഏതായിരുന്നു? 2023 ആയിരുന്നു. സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ്? ഇപ്പോൾ കാരുണ്യ ആരോഗ്യ പദ്ധതി പ്രകാരം പ്രതിവർഷം എത്ര രൂപയുടെ ചികിത്സയാണ് സൗജന്യമായിട്ടുള്ളത്? നമുക്കറിയാം, 5 ലക്ഷം രൂപയുടെ ചികിത്സയാണ് സൗജന്യമായിട്ട് നൽകി വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രവൃത്തി സംഭവിക്കുന്ന ചില സന്ദർഭങ്ങൾ നൽകിയിരിക്കുന്നു. ഈ തന്നിരിക്കുന്നവ പരിശോധിച്ച് ശരിയായിട്ടുള്ള ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളായിട്ടൊന്ന് വായിച്ചു നോക്കാം. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഗുരുത്വാകർഷണം ചെയ്ത പ്രവൃത്തി. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. ഈ തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെൻറ്റിൽ ശരിയായിട്ടുള്ള ആൻസർ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എന്താ? തന്നിരിക്കുന്നതിൽ 1 മാത്രമാണ് പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭം. ഓപ്ഷൻ ബി, തന്നിരിക്കുന്നവയിൽ 2 മാത്രമാണ് പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭം. ഓപ്ഷൻ സി, തന്നിരിക്കുന്നവയിൽ 2ഉം 3ഉം മാത്രമാണ് പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭം. ഓപ്ഷൻ ഡി, തന്നിരിക്കുന്നതിൽ 1ഉം 2ഉം മാത്രമാണ് പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭം. അപ്പം നമുക്ക് ഈ തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഏതൊക്കെയാണ് പ്രവൃത്തി പോസിറ്റീവായുള്ള സന്ദർഭം എന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമുണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പ്രവൃത്തി പോസിറ്റീവായിട്ടുള്ള സന്ദർഭമാണോ? അല്ല. എന്നാൽ നോക്കിക്കേ, 2ഉം 3ഉം സന്ദർഭങ്ങളിൽ പ്രവൃത്തി പോസിറ്റീവായിട്ടുള്ള സന്ദർഭങ്ങളാണ്. അപ്പോൾ
2ഉം 3ഉം മാത്രം പോസിറ്റീവായിട്ടുള്ള സന്ദർഭങ്ങൾ എന്നുള്ള ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ സി ആണ് അവിടെ ആൻസറായിട്ട് വരിക. അടുത്തത്, ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ എഫിനും പിക്കും ഇടയിൽ വെച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ സ്വഭാവം. അപ്പോൾ ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ ഫോക്കസിനും പോളിനും ഇടയിൽ വെച്ചിരിക്കുന്ന ഒരു വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബം എങ്ങനെയുള്ളതായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയായിരിക്കും? വസ്തുവിനേക്കാൾ വലുതും മിഥ്യയും നിവർന്നതുമായിരിക്കും. 73ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യരുടെ ശ്രവണപരിധി ഡാഷ് ആണ്. മനുഷ്യൻ്റെ ശ്രവണപരിധി എത്രയാ? 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് വരെയാണ്. അടുത്തത്, ഫാരൻഹീറ്റ് തെർമോമീറ്റർ പ്രകാരം 98 ഫാരൻഹീറ്റ് താപനില എന്ന് പറയുന്നത് കെൽവിൻ സ്കെയിൽ പ്രകാരം എത്രയാണ്? 98 എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആയിട്ട് 37 ഡിഗ്രി സെൽഷ്യസ് ആണ് നമുക്കറിയാം. ആ 37 ഡിഗ്രി സെൽഷ്യസിനെ തന്നെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി? കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി. കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുക? ഒരു 273 ആഡ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ എത്ര വരും? 273 + 37 എന്ന് പറയുമ്പോൾ ആൻസർ ഏതിലേക്കാണ് പോവുക? നമുക്കറിയാം ഓപ്ഷൻ എ 310 കെൽവിനാണ്. 75ാമത്തെ ക്വസ്റ്റ്യൻ, ചലനവുമായി ബന്ധപ്പെട്ട ശരിയായ സമവാക്യം. ന്യൂട്ടൻ്റെ ചലനത്തിൻ്റെ ഇക്വേഷൻസ് ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് ലോയുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻ v = u + at. സെക്കൻഡ് ലോയുമായിട്ട് ബന്ധപ്പെട്ട s = ut + ½ at². തേർഡ് ലോ ആയിട്ട് ബന്ധപ്പെട്ട് v² = u² + 2as. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ശരിയായിട്ട് വരുന്ന ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി ആണ് അല്ലേ? നമ്മൾ പഠിച്ച v² = u² + 2as എന്നാണ്. അപ്പോൾ ഇക്വേഷനെ u² ടേംസിൽ മാറ്റുമ്പോഴത്തേക്ക് എങ്ങനെയാണ് വരിക? u² = v² - 2as എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ്ജ പരിവർത്തനം തിരഞ്ഞെടുക്കുക. ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ്ജ പരിവർത്തനം ഏതാ? രാസോർജം ഗതികോർജ്ജമായിട്ട് മാറുക ചെയ്യുന്നത്. 77ാമത്തെ ക്വസ്റ്റ്യൻ, സൂര്യഗ്രഹണത്തിന് കാരണമാകുന്ന ശരിയായ ക്രമീകരണം കണ്ടെത്തുക. സൂര്യഗ്രഹണത്തിന് കാരണമാകുന്ന ശരിയായ ക്രമീകരണം ഏതാ? ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ വരുമ്പോൾ എന്ത് സംഭവിക്കുക? സൂര്യഗ്രഹണം സംഭവിക്കുക. അടുത്തത്, ഹൈഡ്രജൻ്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഈ പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൽ ശരിയായിട്ടുള്ള ഏതാണെന്ന് നമുക്ക് നോക്കണ്ടേ. ഹൈഡ്രജൻ നിറമോ മണമോ ഇല്ല. ഹൈഡ്രജന് നിറമോ മണമോ ഇല്ല എന്ന് പറയുന്നത് ശരിയാണോ? അതൊരു ശരിയായിട്ടുള്ള പ്രസ്താവനയാണല്ലേ. ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നു. ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നു എന്നുള്ള രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? അല്ല. മൂന്നാമത്തെ എന്താ? ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്ര അല്ലേ. ഹൈഡ്രജൻ H2 ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്നതിൻ്റെ അകത്ത് ഏതാ തെറ്റ്? രണ്ടാമത്തെ പ്രസ്താവന മാത്രം തെറ്റാണ്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കിക്കേ. ഓപ്ഷൻ സി ഉണ്ടോ? തന്നിരിക്കുന്നതിൽ 2 മാത്രമാണ് തെറ്റ്. അപ്പോൾ അതാണ് നമ്മുടെ കറക്റ്റ് ആൻസറായിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നതിൽ നിന്ന് ഐസോടോപ്പുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. നമുക്കറിയാം ഐസോ ബാറും ഉണ്ട്, ഐസോടോപ്പും ഉണ്ട്. അപ്പം നമ്മളോട് ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താ? ഐസോടോപ്പുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം ഐസോടോപ്പ് എന്ന് പറയുന്നത് എന്താ? വ്യത്യസ്ത മാസ് നമ്പറും ഒരേ ആറ്റോമിക് നമ്പറും ഉള്ള ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളാണ് അല്ലേ. അപ്പോൾ വ്യത്യസ്ത മാസ് നമ്പറും ഒരേ അറ്റോമിക് നമ്പറും ഉള്ളവരാണ് ഐസോടോപ്പ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അറ്റോമിക സംഖ്യ 8 മൂലകമാണ് ഡാഷ്. അറ്റോമിക് നമ്പർ 8 ആരുടെയാണ്? ഓക്സിജൻ്റെയാണ്. അപ്പോൾ GK ആയിട്ട് ബന്ധപ്പെട്ട 80 ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസ് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ PSC പ്രിപ്പയർ ചെയ്യുന്ന മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ നന്ദി.